ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ രണ്ടാമത്തെ അമ്പലത്തിൽ പൊങ്കാലയാണ് കേട്ടോ. അപ്പോൾ അമ്മ പൊങ്കാല ഇടുകയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഒന്ന് കൂട്ടിന് പോവാണ് കേട്ടോ. അപ്പോൾ 5:30-ക്കാണ്, വൈകുന്നേരമാണ് പൊങ്കാല ഇവിടെയൊക്കെ. അപ്പം 5:30-ക്കാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 5:10 ആയപ്പോൾ ഇങ്ങനെ സ്പീഡിൽ നടക്കുക, അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് വെള്ളമൊക്കെ ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിൽ കയറി കേട്ടോ. അപ്പം അമ്പലത്തിൽ പാൽപ്പായസം ഉണ്ടാക്കുകയാണ്. അതിന് വന്ന് നിന്നു. ചുടുകട്ടയൊക്കെ ആദ്യമേ നിരത്തിയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്കാണ് കിട്ടിയത്. കലത്തിൽ കലമൊക്കെ വെച്ച് പണ്ടാര അടുപ്പിൽ തീ എത്തിച്ചു എന്നുള്ള അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പണ്ടാരടുപ്പിൽ തീയൊക്കെ കത്തിച്ചതിന് ശേഷം തീ പകർന്നു കേട്ടോ. അതിന് അമ്മയും പൊങ്കാല ഇടാൻ തുടങ്ങി. അമ്മ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ പൊങ്കാല ഇടുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വെപ്രാളം, ഒന്നും അറിയാൻ വയ്യ, അങ്ങനെ ഒരു വെപ്രാളമായിരുന്നു. ചൂട്ടും കൊതുമ്പൊക്കെ കുറേ എടുത്ത് വയ്ക്കുന്നു. എനിക്കറിഞ്ഞൂടാ, അമ്മയ്ക്കൊരു വെപ്രാള സഞ്ചാരമായിരുന്നു. പിന്നെ പൊങ്കാല അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരു കാറ്റ് അങ്ങോട്ട് വീശിയത് മാത്രമേ ഓർമ്മയുള്ളൂ. മൊത്തത്തിൽ പുക പടർന്ന് വെറുതെ നിന്ന, അതായത് അമ്മയുടെ കൂടെ ഹെൽപ്പിന് നിന്ന എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകി ഗൈസ്. നല്ലൊരു വൈകുന്നേരം ആകുമ്പം ഒരു ഇരുട്ടൊക്കെ വരുമല്ലോ, അതും പുകയും എന്തോ അറിഞ്ഞൂടാ, ഭയങ്കരമായിട്ട് കരച്ചിൽ, ഇമോഷണലായി കേട്ടോ കുറേ. അങ്ങനെ അമ്മ ഇട്ട പൊങ്കാല തിള വന്നു തുടങ്ങി. തിള വന്ന് അതെന്താ പൊന്തി കളയണമല്ലോ. അപ്പം അമ്മ ഭയങ്കര ഭയങ്കരമായിട്ട് കരഞ്ഞാണ് അമ്മ നിന്നത്. കാരണം കുറേ വർഷമായി അമ്മ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാനും വീഡിയോ എടുത്തിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചൊക്കെ നിന്നു കേട്ടോ. കുറേ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു, നടക്കോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. ആ സമയത്ത് സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസ് നടക്കായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ഇത് നടക്കുമ്പം ചെയ്ത ആ കുട്ടികളുടെ ഡാൻസ് ആരും കാണാൻ പറ്റാതാവും. അങ്ങനെ ഒരു എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നിട്ട് അമ്മ ശർക്കരയൊക്കെ ഇട്ട് പിന്നെ നിവേദ്യ സമയം വേണ്ടി കാത്തിരുന്നു കേട്ടോ. എൻ്റെ അമ്മ പൊങ്കാല ഇട്ട് കഴിഞ്ഞില്ല സോറി, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് പൊങ്കാല സെറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച് നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് നിവേദ്യത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ നല്ല പരിപാടി നടക്കായിരുന്നു. നിവേദ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.